AICC സെക്രട്ടറി PV മോഹനന് വാഹനാപകടത്തിൽ പരിക്ക്. ഇന്ന് പുലർച്ചെ പാലാ ചക്കാമ്പുഴയിൽ വെച്ചാണ് അപകടമുണ്ടായത്. മോഹനൻ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിക്കുകയായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ ഇന്ന് കോട്ടയത്തേക്ക് തിരിക്കും. KPCC സംയുക്ത വാർത്താ സമ്മേളനം ഇന്നുണ്ടാവില്ല. കോട്ടയത്ത് നിന്ന് ജോസി ബാബുവും തിരുവനന്തപുരത്ത് നിന്ന് KR സാജുവും വിവരങ്ങൾ നൽകും. ആദ്യം ജോസിയിലേക്കാണ്. ജോസി, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? ഈ പരിക്ക് സാരമുള്ളതാണോ? നിഷ, പുലർച്ചെ 2:30 പാലാ ചക്കാമ്പുഴയിൽ വെച്ചാണ് കാർ അപകടത്തിൽപ്പെട്ടത്. കാർ സമീപത്തെ മതിലിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. എതിർദിശയിലെത്തിയ വാഹനം കണ്ട് വെട്ടിച്ചപ്പോൾ മതിലിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് ഡ്രൈവർ ആശുപത്രിയിലും പോലീസിനും നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും മോഹനന് കാര്യമായ പരിക്കില്ല. കാലിന് ചെറിയ പരിക്കുണ്ട്. ആ പരിക്ക് അടിയന്തര ശസ്ത്രക്രിയക്ക് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അതിന് മറ്റൊരു തരത്തിലൊരു റഫറൻസ് കൊച്ചിയിലെ മെഡിസിറ്റിയിൽ തേടിയതിനു ശേഷം ഒരുപക്ഷെ കൊച്ചിയിലേക്ക് മാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും ജില്ലയിലെ പ്രധാന നേതാക്കളൊക്കെ ആശുപത്രിയിലെത്തി ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ആരോഗ്യനിലയിൽ മറ്റു പ്രശ്നങ്ങളില്ല. ആവശ്യമെങ്കിൽ കൊച്ചിയിലേക്ക് മാറാമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും കാർ ഡ്രൈവർക്ക് നേരിയ പരിക്ക് മാത്രമാണുള്ളത്. KPCC രാഷ്ട്രീയകാര്യ യോഗം കഴിഞ്ഞ് കൊച്ചിയിലേക്ക് മടങ്ങുന്ന വഴിയായിരുന്നു അപകടമുണ്ടായത്. കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് വിമാനമാർഗം പോകുന്നതിനായിരുന്നു കൊച്ചിയിലേക്ക് തിരിച്ചത്. എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു ദുരൂഹതകളൊന്നും ഇല്ല എന്നാണ് പാലാ പോലീസ് അറിയിക്കുന്നത്. അനീഷ്, ശരി. KR സാജു കൂടിയുണ്ട് വിവരങ്ങൾ നൽകാനായി. സാജു, ഇന്നലെ VD സതീഷിനെതിരെ പോലും വലിയ വിമർശനങ്ങളാണ് KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉയർന്നു വന്നത്. ഇപ്പോൾ സംയുക്ത വാർത്താ സമ്മേളനം ഇന്ന് ഉണ്ടാകില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. നേതാക്കളെല്ലാം തന്നെ കോട്ടയത്തേക്ക് പോവുകയാണോ? അനീഷ, ഇന്നലെയായിരുന്നു KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നിരുന്നത്. ഈ യോഗത്തിൽ ഐക്യമില്ലായ്മയെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന രീതിയിലുള്ള വിലയിരുത്തൽ ഉണ്ടായി. ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല, ഐക്യത്തോടെ മുന്നോട്ട് പോയാൽ മാത്രമേ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയൂ എന്ന നിലയിലുള്ള പൊതുവികാരമായിരുന്നു KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലുണ്ടായിരുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ നെതിരെ AP അനിൽകുമാർ രംഗത്ത് വരുന്നതും ഒക്കെ ഇന്നലത്തെ യോഗത്തിന്റെ വാർത്തകളായി പുറത്തു വന്നതാണ്. അതിന് പിന്നാലെയായിരുന്നു ഒരു സംയുക്ത വാർത്താ സമ്മേളനം. മുകൾ തട്ടിൽ ഐക്യം രൂപപ്പെട്ടു എന്ന് വരുത്താനായി ഒരു സംയുക്ത വാർത്താ സമ്മേളനം നടത്താനുള്ള തീരുമാനം രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉണ്ടായത്. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് VD സതീശനും AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കൊപ്പം വാർത്താ സമ്മേളനം നടത്തട്ടെ എന്നതായിരുന്നു തീരുമാനം. ഇന്ന് അത് വാർത്താ സമ്മേളനം ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ അത് മാറ്റി എന്ന അറിയിപ്പാണ് വന്നിരിക്കുന്നത്. AICC സെക്രട്ടറിയായ PV മോഹനന് വാഹനാപകടത്തിൽ പരിക്കേറ്റതിനാൽ നേതാക്കൾക്ക് കോട്ടയത്തേക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ വാർത്താ സമ്മേളനം മാറ്റിയിരിക്കുന്നു എന്നാണ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. പക്ഷേ AICC ജനറൽ സെക്രട്ടറി PV മോഹനൻ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹം രാഷ്ട്രീയകാര്യ സമിതി കഴിഞ്ഞപ്പോൾ തന്നെ മടങ്ങുന്ന വഴിയാണ് ഈ അപകടവും ഉണ്ടായത്. പക്ഷേ അദ്ദേഹത്തെ സന്ദർശിക്കാൻ നേതാക്കൾക്ക് പോകണം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം ഒഴിവാക്കിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും മേൽത്തട്ടത്തിൽ പൂർണ്ണമായ ഐക്യം രൂപം കൊണ്ടു എന്ന കാര്യത്തിൽ അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. അനീഷ.